അയലത്തെ വീട്ടിലെ ഹലോ ഗൈസ്, അപ്പൊ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചലഞ്ച് എന്താണ്? ഇന്നത്തെ ചലഞ്ച് പാട്ട്. അപ്പൊ ഇന്നത്തെ ചലഞ്ച് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പാട്ട് പാടുന്നല്ലോ, ഇന്നത്തെ സ്റ്റേജ് പരിപാടിയാ. അപ്പൊ ഇന്നത്തെ പരിപാടി കുറച്ച് സോങ് ഞാൻ ഇവിടെ മലയാളം സോങ് ഞാൻ ഇവിടെ ഇംഗ്ലീഷിലാക്കി എടുത്തിട്ടുണ്ട്. ആ ഇംഗ്ലീഷ് ഞാൻ ഇവിടുന്ന് വായിക്കും. പാട്ട് രൂപേണല്ല, ഒരു അക്ഷര രൂപേണ ഞാൻ ഇന്ന് വായിക്കും. അപ്പൊ അത് ഞാൻ ഇവിടുന്ന് വായിക്കും. അത് കറക്റ്റ് ആയിട്ട് വരി നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ഒരു പാട്ട് മലയാളം പാട്ടായിരിക്കും. അത് കറക്റ്റ് ആയിട്ട് പാടി തരുന്ന ആരാന്ന് വെച്ചാൽ അവരായിരിക്കും വിജയ്. ഞാൻ തോറ്റു. എന്താ ഇംഗ്ലീഷ് അറിയാമോ? നമുക്ക് ഇംഗ്ലീഷ് അറിയില്ല, പാട്ട് അറിയില്ല. ഇംഗ്ലീഷിനെ മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യാം. പിന്നെ ഗൈസ്, വീഡിയോ തുടങ്ങും മുമ്പ് പറയാം, എന്റെ ഇംഗ്ലീഷ് ആണ്, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. എന്റെ ഇംഗ്ലീഷ് ആണ്, അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അങ്ങനെ കറക്റ്റായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് എന്താ റെഡിക്കൊന്ന് കോൺസെൻട്രേഷൻ ചെയ്തിട്ട് വേണം, ആസ്വാദനം ചെയ്തിട്ട് വേണം, ആലോചിച്ചിട്ട് വേണം ഉത്തരം പറയും. അപ്പൊ അതല്ലേ അധികം ലേഖ എടുപ്പിക്കണ്ടല്ലേ, എന്തിനെങ്ങനെ വലിച്ചു നീട്ടുന്നേ എന്നാ? അല്ല, സ്പോൺസർ പൈസ ഇട്ടിടായിരുന്നു. ഇന്നത്തെ സ്പോൺസർ അമ്മയാണ്. എന്താണ് ചിരിക്കുന്നത്? ഇന്നത്തെ സ്പോൺസർ അമ്മയാണ്. 300 രൂപയാണ് അമ്മ കൊണ്ടുപോയിട്ടുള്ളത്. അല്ല, ഇവിടുന്ന് ചലഞ്ച് ഞാൻ മാത്രം നടത്തുന്നുള്ളൂ, എനിക്ക് പൈസ ഒന്നും കിട്ടുന്നില്ലേ. അടുത്ത ചലഞ്ച് ഇനി ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, പൊട്ടുന്നത് നിങ്ങളല്ലേ. കഴിഞ്ഞ കളിയിൽ ആരെയും ജയിച്ചേ? കഴിഞ്ഞ കളി അമ്മ ജയിച്ചേ. അമ്മക്ക് തന്നെ അമ്മ കൊണ്ടുവന്ന അമ്മ തന്നെ അങ്ങോട്ട് കഴിക്കും. അപ്പൊ ഈ ഗൈസ് ഇന്നത്തെ ഇങ്ങോട്ട് നോക്കല്ലേ, വിശ്വാസക്കുറവ്. ഇന്നത്തെ ചലഞ്ചിന്റെ 300 രൂപ അമ്മ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഇത് അമ്മേന്റെ കയ്യിൽ തന്നെ വെച്ചോ. ജയിക്കുന്ന ആരാന്ന് വെച്ചാ തിരിയാ. അല്ല, എന്റെ കയ്യിൽ വെക്കണോ? അമ്മ തോറ്റി കഴിഞ്ഞാൽ നമുക്ക് തരുവാനൊരു ചെറിയ മടി. പിന്നെ ജയിച്ച ചൊട്ടി ഒരൊറ്റ ഒട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഫസ്റ്റ് ചലഞ്ചിലേക്ക് പോവാം. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമുക്ക് നേരെ ചലഞ്ചിലേക്ക് പോയിട്ട് ബൂം. അപ്പൊ ഇതാ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ചോദിക്കട്ടെ? How beautiful to see you. How beautiful to see you. എന്ത് ഭംഗി നിന്നെ കാണാൻ. എന്ത് ഭംഗി നിന്നെ കാണാൻ. എന്ത് ഭംഗി നിന്നെ കാണാൻ എന്റെ ഓമളാളെ. കറക്റ്റ്, അതല്ലേ ഉദ്ദേശിച്ചത് അല്ലേ? അത് തന്നെ. അപ്പൊ ഒന്നാമത്തെ രമണൻ വിജയിച്ചിട്ടുണ്ട്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത്. അപ്പൊ നമ്മുടെ അതേ ലെവലിൽ വന്നിട്ടുണ്ട്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ തോക്കും പറഞ്ഞ ആൾ ഇവിടുന്ന് അടിച്ചുകൊണ്ടിരിക്കുന്നത്. എ റെയിൻ ബേർഡ് സിംഗ്. എ റെയിൻ ബേർഡ് സിംഗ്. ആരാ കൈവക്കുന്നേ? എന്താ മേനം വിളിച്ചു നോക്കുന്നേ? നാശം പറഞ്ഞല്ലോ. അതല്ല, എങ്ങനെ കണ്ടുപിടിക്കുന്ന ഇത് നമുക്ക് മാത്രം കിട്ടുന്നതാണ്. അടുത്ത അതെയല്ലേ, എന്ത് ചെയ്യാ? വിദ്യാഭ്യാസത്തിന്റെ ക്യാഷിന്റെ കാപ്പാന്ന് പറഞ്ഞിട്ടുണ്ട്. ഹിയർ ഹണി ദ റെയിൻ സിംഗ് എ വിൻഡ്. Yes, honey, the rain, sing a wind. ഗാഗിൽ തേൻ മഴ. വരട്ടെ കൈ പൊക്കീന. മഴയായി. ബാക്കി എന്താ? കാതിൽ തേൻ മഴയായി പാടുകാറ്റേ. അത് റെഡിയല്ലേ? അപ്പൊ ഇതാ 2 മാർക്ക് രമണ. പ്രശ്നമില്ല, അത് കട്ടിയൂല. അപ്പൊ 2 മാർക്ക് രമണനും 1 മാർക്ക് മരണനും. മാർക്ക് ഓർത്തോട്ടെ, ലാസ്റ്റ് അവസാനം മാർക്കിന് വേണ്ടി തപ്പി കളിക്കാൻ പാടില്ല. 2 അമ്മ ഇടക്കിടെ കൈ വെച്ചിട്ടില്ല, 2 ഇങ്ങനെ പൊക്കി കാണിക്കും ഇടക്കിടക്ക്.
അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ദി ഐസ് ഹൗ ബ്രൈറ്റ്. ദി ഐസ് ഹൗ ബ്രൈറ്റ്. കണ്ണിലെ തിളക്കം. ആ തിളക്കം അല്ല. അല്ല പഠിക്കോ. ആരെ കൈ പൊക്കണേ, അല്ലാത്തൊരു മാർക്ക് തരൂലേ. ഞാൻ തരൂല, പഠിക്കോ. ഒന്നുകൂടി പറഞ്ഞുതരാം. ഇതാ ക്വസ്റ്റ്യൻ ഇങ്ങോട്ട് നോക്കിയാൽ കണ്ണിയാൻ കുട്ടി പൊട്ടിക്കുന്നേ. ദ ഐസ് ഹൗ ബ്രൈറ്റ്. ഈ ഒച്ചത്തും പാടല്ലേ, അല്ലെങ്കിൽ കേൾക്കട്ടെ. ഇല്ലാത്ത പാട്ടെല്ലാം ഉണ്ടാക്കി പാടല്ലേ. ഈ കണ്ണീരിനെന്താ? ദി ഐസ് ഹൗ ബ്രൈറ്റ്. ഈ കണ്ണിൽ. കണ്ണല്ലാണ്ട് വേറെ എന്തെങ്കിലും? കണ്ണിന് വേറെ ആ ഓക്കെ ഓടിക്കോ. മിഴി. ഓക്കെ, ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ട് ഗൈസ്. മിഴികളില്ലൊരല്ല, അങ്ങനത്തെ പാട്ടുണ്ടാ. പാട് കുറച്ച് പാട്ട് പറഞ്ഞേ. ദി ഐസ് ഹൗ ബ്രൈറ്റ്. മിഴി. മിഴി കണ്ണല്ല. ഓക്കെ, മിഴിയാണേ കേട്ടാ. ഇതില് ഞാൻ ചെറിയ ഇത് തന്നിട്ടുണ്ട്. 1 എന്നിട്ട് അല്ലല്ല. ദി ഐസ് ഹൗ ബ്രൈറ്റ്. അല്ലല്ല, അത് ഇതായിട്ടൊരു ബന്ധവുമില്ല. മിഴി നമ്മൾ പറഞ്ഞല്ലോ. പറയട്ടെ എന്നാ. ഗൈസ് ഇപ്പൊ 4 ക്വസ്റ്റ്യൻ ചോദിച്ചു. 4 രണ്ടാൾക്ക് പിടി കിട്ടിയിട്ടുണ്ട്. അപ്പൊ എന്റെ ക്വസ്റ്റ്യൻ പൊളിയല്ലേ? 2-2 പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്മ ഇങ്ങനെ അത്ഭുതത്തോടെ ഉത്തരം പറയണേ. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടെ. ഡോണ്ട് ആസ്ക് മീ വാട്ട് ഇറ്റ് ഈസ്. കൈ പൊക്കിട്ടതെ. എന്നോടൊന്നും ചോദിക്കല്ല. അല്ലല്ല. കൈയടിക്കാൻ നോക്കില്ല. ഡോണ്ട് ആസ്ക് മീ വാട്ട് ഇറ്റ് ഈസ്. എന്നോടൊന്നും ചോദിക്കല്ലേ. ഇന്നത്തെ മരണന്റെ ദിവസമാണ്. എന്താണെന്നോടൊന്നും ചോദിക്കല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടെ. മൈ ബുക്ക് ഗേൾ ഇൻ. കൈവക്കണേ. 2 കൈ കാത്തി ഇവിടെ മാതി മൈ ബുക്ക് ഗേൾ ഇൻ. കൈ ഇവിടെ 2 വെച്ചോളെ. മൈ ബുക്ക് ഗേൾ ഇൻ. പുസ്തക പെണ്ണേ ഉണ്ടാക്കി പാടുക. അതുകൂടെ മൈ ബുക്ക് ഗേൾ ഇൻ. അധികാരി തല പോച്ച് പൊട്ടിക്കാതിരിക്കുക. അല്ലല്ല, എന്റെ കൽവില്. അല്ല. മൈ ബുക്ക് ഗേൾ ഇൻ. കൈ പൊക്കിട്ട് മാത്രം പറയണേ. മൈ ബുക്ക് ഗേൾ ഇൻ. ആർക്ക് പറയാം, എവിടെയും പറയാം. 1 വെച്ചാ 10, 100 വെച്ചാ 1000. എന്താണ് ആരൊന്നും പറയാത്ത നിശബ്ദമായിരിക്കുന്നു? ഒന്നുകൂടി പറയാ. മൈ ബുക്ക് ഗേൾ ഇൻ. ഇനി നിങ്ങൾക്ക് ക്ലൂ തരുന്ന കഴിയില്ല. മൈ ബുക്ക് ഗേൾ ഇൻ. 1 5 വരെ അങ്ങനെ 2 3 4. രമണൻ എന്തെങ്കിലും അറിയാം? ഇല്ല. മരണൻ രമണൻ ഒന്നും തിരിയുന്നില്ല. എന്റെ കിതാബിലെ പെണ്ണേ. എടാ ബുക്ക് എന്ന് പറഞ്ഞ പുസ്തകം മാത്രം ആലോചിക്കല, പല ആലോചിക്കേ. അപ്പൊ ഗൈസ് മാർക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഗോപികക്ക് 3, രമണന് 2, ഗോപിയക്ക് 3, രമണന് 2 ആണ്. അടുത്ത് വയ്ക്കട്ടെ. നെയ്ബർ ഹൗസ് വെഡിങ് മെയിൽ. അയലത്തെ വീട്ടിലെ രമണ പൊളിയാട്ടാ. അയലത്തെ വീട്ടിലെ കല്യാണച്ചക്ക്. അതോട് പാട്ട്. എന്റെ മോനെ ടൈ 3-3. എന്താ രമണ മൂട്ടിലെ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ.
ചോദിക്കണം. ചോദിച്ചു. വിത്ത് 1000 വെയിറ്റിംഗ്. വിത്ത് 1000 വെയിറ്റിംഗ്. ആർക്കെങ്കിലും അറിയാമോ? 1 5 വരെ എണ്ണോ അതേ ഉള്ളൂ. 2 ആർക്കും എന്താണ് അനക്കയില്ലാത്ത? വിത്ത് 1000 വെയിറ്റിംഗ്. 3 1000 കാത്തിരുന്നു നിന്നെ ഞാൻ. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ. ഇപ്പൊ എത്ര മാർക്ക്? 4. 4-3 പോയിക്കൊണ്ടിരിക്കുന്നത്. എടാ ക്വസ്റ്റ്യനെ പറ്റി 2 വർത്താനം നിങ്ങൾക്ക്. ക്വസ്റ്റ്യനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യൻ അല്ലേ? എടാ, ഇന്നെ നല്ല ക്വസ്റ്റ്യനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഐ ഹാവ് എ ഗേൾ. അതാണ് ഐ ഹാവ് എ ഗേൾ. ഇനി പെണ്ണാണ്. ഐ ഹാവ് എ ഗേൾ. പറയാമോ? കണ്ട നിങ്ങളൊക്കെ കൂട്ടത്തിൽ ജനിച്ചു പോയി. കാര്യമില്ലേ? നമ്മൾ പറ. ഐ ഹാവ് എ ഗേൾ. ഞാനൊരു പെണ്ണാണ്. എന്താക്കി പാടാ ഒരാളെ കഴിച്ചിട്ടാണല്ലോ. അമ്മ ചിരിക്കുന്നൊന്നുമില്ല, ചിരിക്കുന്നുണ്ട്. ആലോചിക്കിങ്ങനെ. എനിക്കൊരു പെണ്ണുണ്ട്. ഇവിടുന്ന് 300 മുറുക്കുന്നുണ്ട്. എത്ര 5 മാർക്ക് ഇപ്പൊ ഗോപിക അടിച്ച് കേരളത്തിലുണ്ട്. 3 കൈ മെഴുകി പോകുന്നുണ്ട്. 3 5. അടുത്തേക്കട്ടെ. ഇൻസൈഡ് ഞാനൊന്ന് പറയട്ടെ. ഇൻസൈഡ് ദ ചെസ്റ്റ് യു ആർ. just you are. Inside the chest you are. എന്റെ ഹൃദയം നിനക്കാണ്. അല്ലല്ല, ഡയലോഗ് അല്ല, അത് പാട്ടല്ലേ നമ്മൾ പറയുന്നത്. എന്റെ നെഞ്ചിൽ കൂട് കൂട്ടും. അല്ലല്ല, ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചാൽ ഇവിടുന്ന് ഓരോ ഫോക്കസ് ചെയ്ത് വെക്കുന്നുണ്ട്. 300 മുറുക്ക പിടിച്ചുകൊണ്ട് രമണൻ മരണക്കാരെ എന്താണ്? ഇൻസൈഡ് ദ ചെസ്റ്റ് യു ആർ. ഇടനെഞ്ച്. അല്ല, രമണൻ ഒരു പിടുത്തവും കിട്ടുന്നില്ല. പറ 300 മുറുക്ക പിടിച്ചുകൊണ്ട് രമണൻ എന്താ അല്ല എന്റെ നെഞ്ചാകില്ലേ? അല്ല, അത് മൈ ചെസ്റ്റ് അല്ല, അറിയാം. എന്റെ അല്ലല്ല അല്ലല്ല 1 2 inside the chest you are. അറിയാ? പറയട്ടെ. ഇൻസൈഡ് ദ ചെസ്റ്റ് യു ആർ. ഇതിൽ ഇംഗ്ലീഷിൽ റെഡിയാണോ ഗൈസ്? പക്ഷെ മണ്ടന്മാർക്ക് മനസ്സിലാവുന്നുണ്ട്, അതുകൊണ്ട് പ്രശ്നമില്ലാന്ന് തോന്നുന്നു. ഇൻസൈഡ് ദ ചെസ്റ്റ് യു ആർ. 5 3 നെഞ്ചിനുള്ളവയാണ് കണ്ണടച്ചവയാണ് പാത്തുമ്മ. അടുത്ത ക്വസ്റ്റ്യൻ കേട്ടെ. കണ്ണു പോലെ അടുത്ത കേട്ടെ. രമണൻ റെഡി അല്ലേ? ഓവർ ദർ ഓൺ ദി മൗണ്ടൻ. ഓവർ ദർ ഓൺ ദി മൗണ്ടൻ. എന്തോ മലയാണ്. മലയാണ്. ഓവർ ദർ ഓൺ ദി മൗണ്ടൻ. ആരുത്തരം പറയും? ഓവർ ദർ ഓൺ ദി മൗണ്ടൻ. ഇങ്ങോട്ട് നോക്കുന്ന പേപ്പറിൽ. അല്ലല്ല, കൈവക്കാണ്ട് പറഞ്ഞ ഞാൻ മാർക്ക് ചെയ്തില്ല. ഓവർ ദർ ഓൺ ദി മൗണ്ടൻ. ആർക്ക് കണ്ടുപിടിക്കാനാവും? ഇവിടെ രമണനും മരണനും എല്ലാം പൊട്ടി നാറാൻ പോവാണ്. അല്ലല്ല, ഓവർ ദർ. അതെങ്ങനെയാണോ? വെറുതെ പാടൊന്നുമില്ലേ? ഓവർ ദർ ഓൺ ദി മൗണ്ടൻ. പറട്ടെ. അങ്ങകലെ
മണിമേലെ എന്റെ സന്നിധാനം കേട്ടിക്കില്ലേ? മലയാണ്. ആ അടുത്ത പറയട്ടെ, ഇങ്ങോട്ട് നോക്കല്ലേ. ഈസ് there a gold for elephant? എന്താണ് അറിയാനകത്ത്? ഈസ് there a gold for elephant? Is there a gold for elephant? അനക്കെടുപ്പത് പോയി അതല്ലേ അത് പൊളിച്ചിക്ക്. ഇത് പൊന്നുണ്ട് ആയിരപ്പറ മുട്ട. എന്നാ മുട്ട? ഓർമ്മയില്ല. എന്തോ ആയിക്കോട്ടെ. അപ്പൊ എന്തായാലും 4-5 പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്തേക്കട്ടെ. Some night rain. Some night rain. ചെറിയൊരു പാട്ടും ചെറിയൊരു ഭാഗം, ബാക്കി നിങ്ങൾ കൂട്ടി പാടിക്കോളണം. Some night rain. ഇതെന്താ? ഈസി ക്വസ്റ്റ്യൻ. ഈസി ഫോർ രാത്രി മഴ. റൈറ്റ് ആൻസർ. ഇതെന്താ? സൈവനത്ത് വെച്ച് മരിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പൊ 5-5 ഇവിടെ ഒച്ച ഉണ്ടാക്കല്ല, മാർക്ക് കിട്ടുന്നതിനനുസരിച്ച് മേശക്ക് അടിച്ചു പൊളിക്കുന്നുണ്ടോ. അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവാണ്. ചോദിക്കട്ടെ. എവിടെ പോയി? ഡേ യുവർ ചീക്സ് ഡിഡ്ന്റ് ടേൺ റെഡ്. പാട്ട് ഇത് മൂക്കുന്നല്ല പാട്ടെടുക്കുന്നത്. ഓരോ കേൾക്കുന്നേരം മൂക്കിലല്ല ചോദിക്കട്ടെ. അല്ല ചോദിച്ചല്ലേ. ഡേ യുവർ ദിവസം നിന്റെ. ആ ദിവസം നിന്റെ എന്നല്ല, ദിവസവും നിന്റെ. ടേൺ യുവർ ചീക്സ് ഡിഡ്ന്റ് ടേൺ റെഡ്. നിന്റെ കവിളുകൾ ചോന്നിരിക്കുന്നത് എന്തുകൊണ്ട്? ആ ഇങ്ങനെ ചെക്ക് പറഞ്ഞ ഇപ്പൊ രമണ ബുദ്ധി വെച്ച് ബുദ്ധി കൊണ്ടെന്ന് പറയും. ഇവിടെ പറഞ്ഞു പറയാനാവുമോ? കവിളയിൽ കുങ്കുമല്ല. ടേൺ ഡേ അല്ല, ഡേ യുവർ ചീക്സ് ഡിഡ്ന്റ് ടേൺ റെഡ്. ആർക്ക് പറയാനാവും? 1 വെച്ചാൽ 10, 10 വെച്ചാൽ 100, 100 വെച്ചാൽ 1000. എന്താ ക്യാമറയിലൊക്കെ ചിരിച്ചിട്ടില്ല? അവിടുന്ന് ആരും പറയുന്നുണ്ടോ ആവോ? പറയട്ടെ. 1 2 3. എന്താ സമയം പോയി? പറയട്ടെ. 1 2 3 4 5. അറിഞ്ഞൂടാലോ. കൈ സമയം കൈ ഓടിക്കുന്ന. ഡേ യുവർ ചീക്സ് ഡിഡ്ന്റ് ടേൺ റെഡ്. ആർക്കും അറിയോ? പറയുന്നുണ്ടേ. ആർക്കും അറിയില്ലല്ലോ. എല്ലാവരും എണ്ണത്തെ നോക്കിയിട്ടേ. അന്ന് നിന്റെ കവിള് ഇത്ര ചുവന്നിട്ടില്ല. ഇവിടുന്ന് കവിളെന്നല്ല പറയുന്നുണ്ട്. അവര് ചമ്മ പറയുന്ന. അടുത്ത ക്വസ്റ്റ്യൻ. I will sing a song. I will sing a song. Simple and humble question. പാട്ട് പാടാം. Right answer. 6. ഇവിടെ കുത്തിട്ട് ആലോചിക്കില്ല. മാർക്കെന്ന് പറഞ്ഞിട്ട് 6-5 പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ഡാർക്ക് ബ്ലൂ ഐസ് ഗേൾ. ഡാർക്ക് ആരെ കൈപൊക്കിയേ? അമ്മ പാടിച്ചോ. പാട്ടേതാ? കരിനീല കണ്ണിലെന്തടി. കരിനീല കണ്ണിലെന്തടി. ഉത്തരോ? അല്ല, അതല്ല ആൻസർ. അതല്ല. എന്നാ ചേച്ചി പാടി. മരണം പാടി. ഡാർക്ക് ബ്ലൂ ഐസ് ഗേൾ. കരിനീല കണ്ണിലെന്തടി എന്നല്ല ഉത്തരം. ഡാർക്ക് ബ്ലൂ ഐസ് ഗേൾ. കൈ പൊക്കിക്കിട്ട ഉത്തരം പറയണം പെട്ടെന്ന്. എന്താണ് ഉത്തരം അറിയാണ്ട് കൈ ആ പാട്ടാണ് ഉദ്ദേശിച്ചത്. അല്ല, അതല്ല. വായിച്ചതിന്റെ അർത്ഥം കരിനീല കണ്ണുള്ള കരിനീല കണ്ണുള്ള പെണ്ണ്. ജോസഫിന്റെ പാട്ടില്ലേ? എന്തായാലും മാർക്ക് കൊടുക്കല്ലേ. അപ്പൊ എന്തായാലും കരിനീല കണ്ണുള്ള പെണ്ണ് കവിളിലോ കക്കപ്പൂവിന്നുള്ള ജോസഫിന്റെ പാട്ട് എനിക്കറിഞ്ഞൂടെ. അതുണ്ട് പാട്ട്. ഉണ്ടോ? പാട്ടുണ്ട്. ഇല്ല ഉണ്ടെന്ന് നിർത്ത്. അപ്പൊ അമ്മക്ക് കൊടുക്ക മാർക്ക്. ഇതെല്ലാം നാളെ വരുവേ.
അപ്പൊ ഇപ്പൊ എത്രയാ മാർക്ക് പോകുന്നത്? 6-6 പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത രണ്ടാക്കുള്ള അവസാനത്തെ ക്വസ്റ്റ്യൻ ആണ്. രണ്ടാളും അറിഞ്ഞില്ലേ? ചോദിക്കട്ടെ. റൺ റൺ ഡോണ്ട് ഗെറ്റ് ടൈറ്റ്. ഓടേണ്ട കഴിഞ്ഞ തൊട്ട് ഓസിക്ക് വന്ന് പൈസ പൊക്കിയാണ് പോലെ വെച്ചാൽ ഇവിടെ 2 ദിവസമായി ഗൈസ് വന്നുകൊണ്ടിരിക്കുന്ന പൈസ എനിക്ക് സ്വന്തമായിട്ട് റെഡിയാൻ പോകുന്നുണ്ട്. എന്താണ് ഒരു നെഞ്ചത്തുണ്ടെങ്കിൽ കൊഴിഞ്ഞ പോലെ അല്ലേ? അപ്പൊ നമ്മുടെ ഇതാ കൊടുക്കുക. അപ്പൊ ഇന്നത്തെ പ്രൈസ് വിജയിച്ചിട്ടുള്ള മരണൻ ഗോപിക 300 രൂപ അമ്മ കൊടുക്കാൻ പോവാണ് മരണന്. മരണ വാങ്ങിക്കോ, ചൊട്ടി വാങ്ങി. അപ്പൊ ഇന്നത്തെ വിജയ് ഗോപിക, തോൽവി രമണൻ അമ്മ. അപ്പൊ എന്താ പണിഷ്മെന്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഈ ചോദ്യം തന്നെ ഏറ്റവും വലിയ പണിഷ്മെന്റാ. അപ്പൊ എന്താ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? വീഡിയോ എന്താ പറയാനെന്താ രണ്ടാക്കും നല്ല അടിപൊളി ക്വസ്റ്റ്യൻ ആണ്. ചിലതൊന്നും നമുക്ക് പിടുത്തം കിട്ടിയില്ലെങ്കിലും ഇംഗ്ലീഷ് ആണ്. കള്ളൂടി ഉറക്കം അമ്മക്ക് എന്താണ് പറയാനുള്ള ക്വസ്റ്റ്യൻ? ഒന്നും പറയില്ല. ഇന്നെ ഞാൻ അത്രയുള്ളൂ. അടുത്ത ഈസിയല്ലേ സംഭവം? അല്ല മറ്റേ പറയാനാവൂല പറഞ്ഞിട്ട് എത്ര ക്വസ്റ്റ്യൻ? 6 ക്വസ്റ്റ്യൻ അമ്മ പറഞ്ഞു. അപ്പൊ എന്താ ജസ്റ്റ് മെസ്സിന് പാസ്സായേ. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യല്ലേ? ഒരുപാട് ലേറ്റ് ആയി പോയി ഗൈസ്, 11 മണിയാവാനായി. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട എന്താ പണിഷ്മെന്റ് ഇല്ലല്ലോ അല്ലേ? വീഡിയോ ഇഷ്ടപ്പെട്ട ഞാൻ പറയണ്ടേ? അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നല്ല വീഡിയോസ് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ.